ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എജ്യൂപോഡ്. മക്കളെ, നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ എഴുതാൻ പോകുന്ന ബോർഡ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ആ ക്വസ്റ്റ്യൻസ് നിർബന്ധമായും മക്കളെ നമ്മൾ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എക്സാമിന് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ എന്നല്ല ഞാൻ പറയുന്നത്. ഇതിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ ലൈവിലും നാളെ നടക്കാൻ പോകുന്ന മാരത്തോൺ ലൈവിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. പക്ഷേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന ഈ ക്വസ്റ്റ്യൻ പഠിക്കാതെ ഒരു കാരണവശാലും പോകരുത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ചില ക്വസ്റ്റ്യൻസ് ആണ് ഈ ഷുവർ ക്വസ്റ്റ്യൻ സീരീസിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ പഠിച്ചു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. നോക്കടാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. ഈ ഡാനിയൽ സെല്ല് എന്ന് പറയുന്ന പരിപാടി നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡാനിയൽ സെല്ല് അറിയാത്ത ആരും തന്നെ ഇവിടെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡാനിയൽ സെല്ല് എല്ലാവർക്കും അറിയാം. എന്താ ഡാനിയൽ സെല്ല്? ഡാനിയൽ സെല്ലിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എന്ന് ഞാൻ വിചാരിക്കട്ടെ. എന്താണ് ഡാനിയൽ സെല്ല്? ഡാനിയൽ സെല്ല് വരക്കാനൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് നിങ്ങളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ? ആദ്യം തന്നെ നമ്മളൊരു ബീക്കറിൽ സിങ്ക് സൾഫേറ്റ് എടുക്കണം. ആ സിങ്ക് സൾഫേറ്റിൽ സിങ്ക് ഇലക്ട്രോഡ് എടുക്കണം. രണ്ടാമത്തെ ബീക്കറിൽ നമ്മൾ കോപ്പർ സൾഫേറ്റാണ് ഫില്ല് ചെയ്യുന്നത്. അതിലേക്ക് ഒരു കോപ്പറിൻ്റെ ഇലക്ട്രോഡ് നമ്മൾ വെക്കണം, അല്ലേ? ഈ രണ്ട് ഇലക്ട്രോഡുകളെയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വേണം, ഒരു വയർ വേണം. ആ വയറിനിടയ്ക്ക് നിങ്ങൾക്ക് ബൾബ് വെക്കാം, സ്വിച്ച് വെക്കാം, വേണമെങ്കിൽ വോൾട്ട് മീറ്റർ ഒക്കെ വെക്കാം. അതേപോലെ തന്നെ ഈ രണ്ട് സൊല്യൂഷനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സെറ്റപ്പ് ഉണ്ട്. അതിനെയാണ് സാൾട്ട് ബ്രിഡ്ജ് എന്ന് പറയാം. ഇതല്ലേ ഡാനിയൽ സെല്ല്? ആണ്. ചോദ്യം എന്താ? റൈറ്റ് ദ ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ. നോക്ക് നിങ്ങൾ, ഇതിൽ ആരാ ആനോഡ്? ഈ ലെഫ്റ്റിലുള്ള ഇലക്ട്രോഡാണ് ആരെന്ന് പറയുന്നത്? ആനോഡ് എന്ന് പറയുന്നത്. റൈറ്റിലുള്ള ആളാണ് കാഥോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആനോഡിൽ നടക്കുന്ന പ്രോസസ്സ് ഓക്സിഡേഷൻ ആണ്. അതേപോലെ കാഥോഡിൽ നടക്കുന്ന പ്രോസസ്സ് റിഡക്ഷൻ ആണ്. മറന്നു കളയണ്ട. ഇനി എന്താ മക്കളെ ഇവിടെയുള്ള റിയാക്ഷൻ? പഠിക്കാതെ പോവരുത്. സിങ്ക് എന്ന് പറയുന്ന മെറ്റല് ഓക്സിഡൈസ് ചെയ്യും. എങ്ങനെ ഓക്സിഡൈസ് ചെയ്യുക? 2 ഇലക്ട്രോൺ വിട്ടുകൊടുക്കും. എന്നിട്ട് Zn2+ ആയിട്ട് മാറും. +2 ഇലക്ട്രോൺ. ഈ 2 ഇലക്ട്രോൺ എക്സ്റ്റേണൽ സർക്യൂട്ടിലൂടെ അപ്പുറത്തേക്ക് പോവുകയാ ചെയ്യുക. അപ്പൊ ഈ Zn2+ അത് ഈ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യും. അപ്പോൾ ഡാനിയൽ സെല്ലിൽ ഏത് മെറ്റലാണ് ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് ആനോഡാണ്, അത് സിങ്ക് ആണ്. ഇനി മക്കളെ, ഈ ഇലക്ട്രോൺ ഇവിടെ എത്തുമ്പോൾ എന്താ സംഭവിക്കുക? ഈ സൊല്യൂഷനിൽ കോപ്പർ സൾഫേറ്റ് അല്ലേ ഉള്ളത്? കോപ്പർ സൾഫേറ്റിൽ കോപ്പർ 2+ അയോൺ ഉണ്ടാവില്ലേ? ഉണ്ടാവും. അയാൾ ആ 2 ഇലക്ട്രോൺ വാങ്ങിയിട്ട് കോപ്പർ മെറ്റലായിട്ട് റെഡ്യൂസ് ചെയ്യും. അപ്പൊ ഇവിടെ ഈ സൊല്യൂഷനിൽ ഉണ്ടായിരുന്ന കോപ്പർ 2+ കോപ്പർ മെറ്റലായിട്ട് ഈ ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പോൾ ആനോഡ് ഇലക്ട്രോലൈറ്റിൽ ഡിസോൾവ് ചെയ്യുകയാണെങ്കിൽ കാഥോഡ് ഇലക്ട്രോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതാണ് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഇതാണ് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ. അടുത്തത്, വാട്ട് ഈസ് സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ? ഡാനിയൽ സെല്ലിൻ്റെ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 1.1 വോൾട്ട് ആണ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു റെഡോക്സ് റിയാക്ഷൻ നടക്കുന്നുണ്ട്. ഏതാ? Zn + copper 2+ gives Zn2+ copper. ആ റെഡോക്സ് റിയാക്ഷന്റെ ഭാഗമായിട്ടുള്ള കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ആ സെല്ലാണല്ലോ ഡാനിയൽ സെല്ല്. ആ സെല്ലാണോ ഗാൽവാനിക് സെല്ല്? അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ 1.1. ഇനി റൈറ്റ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാനിയൽ സെൽ. and write its Nernst equation. ഡാനിയൽ സെൽ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? നമുക്കറിയാം ഡാനിയൽ സെല്ലിലെ ആനോഡ് ഏതാ? ആനോഡ് സിങ്ക്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അതിന്റെ ഇലക്ട്രോലൈറ്റ് സിങ്ക് സൾഫേറ്റ് ആണ്. അത് ഫുൾ എഴുതണ്ട, Zn2+ എന്ന് എഴുതിയാൽ മതി. പിന്നെ സാൾട്ട് ബ്രിഡ്ജ്. പിന്നെ കോപ്പറിന്റെ
ഇലക്ട്രോലൈറ്റ്, പിന്നെ എന്താ കോപ്പർ. ഇങ്ങനെയല്ലേ നമ്മൾ ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്യുക. ആണ് ഇങ്ങനെ ഒരു സെല്ല് റെപ്രസെന്റ് ചെയ്ത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നാൽ അതിൽ ആദ്യം എഴുതിയിരിക്കുന്നത് ആനോഡാണ്, രണ്ടാമത് എഴുതിയിരിക്കുന്നത് കാഥോഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ഇതിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ. നേൺസ്റ്റ് ഇക്വേഷൻ എന്താ? ബേസിക്കലി നേൺസ്റ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോഡിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും ആ ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസെൻട്രേഷനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ന് നമുക്കറിയാം. എന്താ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മൈനസ് RT ഡിവൈഡഡ് ബൈ NF ഇൻറ്റു LN molar concentration of metal divided by molar concentration of metal ion Mn plus. ഇതാണ് അതിൻ്റെ ബേസിക് ഇക്വേഷൻ. പിന്നെ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എമ്മിൻ്റെ സ്ഥാനത്ത് 1 കൊടുക്കാം, നമുക്കറിയാം. LN ലോഗ് ആക്കാൻ 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അതൊക്കെ നമുക്കറിയാം. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എന്ത് രൂപത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് മക്കൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. Mn plus M ആയി മാറുന്നു. ഇതാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ Mn പ്ലസ് M മൈനസ് 2.303 ഇൻറ്റു R ഇൻറ്റു T ഡിവൈഡഡ് ബൈ F. അത് നമ്മൾ എങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്തത്? 0.059 ഡിവൈഡഡ് ബൈ N എന്നല്ലേ ആണ്. ഇതൊക്കെ ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ഞാനിവിടെ പറയാത്തത് അതൊന്നും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല എന്നുള്ളതാ. നമ്മളോട് ചോദിച്ചത് ഡാനിയൽ സെല്ലിൻ്റെ നേൺസ്റ്റ് ഇക്വേഷൻ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ മാത്രമാണ്. നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ മുന്നേ ഇത് ഓർത്തെടുക്കാൻ വേണ്ടി മാത്രം ഞാൻ എഴുതുന്നത് log 1 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. ഇതല്ലേടാ പരിപാടി. ആണ് ഇതാണ് നേൺസ്റ്റ് ഇക്വേഷൻ്റെ കൺക്ലൂഡഡ് ഫോം എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട് ഡാനിയൽ സെല്ലിലുള്ള കാഥോഡിൻ്റെ സെല്ല് ഇതേപോലെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? സിമ്പിൾ. ഡാനിയൽ സെല്ലിൽ കാഥോഡ് ആരാ? ഡാനിയൽ സെല്ലിൽ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പറാണ്. അപ്പോൾ ഇവിടെ Mn പ്ലസിൻ്റെ സ്ഥാനത്ത് കോപ്പർ 2+ കോപ്പറായി മാറുന്നത് കാണിക്കണം. അപ്പോൾ നോക്ക്, ഞാൻ കാഥോഡാട്ടോ, വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഞാൻ കാഥോഡാണ് എഴുതുന്നത്. ഈ കോപ്പർ 2+ എന്തായി മാറുന്നു? കോപ്പറായി മാറുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 കോപ്പർ 2+ കോപ്പർ മൈനസ് 0.059. നമുക്കറിയാം ഡാനിയൽ സെല്ലിൽ 2 ഇലക്ട്രോൺസ് ആണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ എന്നിൻ്റെ സ്ഥാനത്ത് 2 log 1 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+. അല്ലേടാ? ആണ്. ഇനി നിങ്ങൾ ഡാനിയൽ സെല്ലിലെ ആനോഡ് ഒന്നെടുത്ത്, ആനോഡ് ആരാ? സിങ്ക്. അപ്പോൾ ഈ Zn2+ Zn ആയിട്ട് കാണിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 Zn2+ Zn ആയിട്ട് കാണിക്കുക മൈനസ് 0.059 ഡിവൈഡഡ് ബൈ 2 log 1 ഡിവൈഡഡ് ബൈ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ എന്നുള്ളതാ. റെഡി? ഇനി മക്കളെ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പ്രധാനപ്പെട്ടതാ. എന്താണെന്നറിയോ? ഇതിൻ്റെ ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാം. എന്താണ് ഈ സെല്ല്? സെൽ പൊട്ടൻഷ്യൽ എന്താ? EMF എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. പറഞ്ഞേ നിങ്ങൾ, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അപ്പം നമുക്ക് ഈ സെല്ലാണ് കിട്ടുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക, അപ്പം നമുക്ക് E0 സെല്ലാണ് കിട്ടുക. ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ 0.059 ഡിവൈഡഡ് ബൈ 2 കോമൺ ആണ്. പിന്നെ എന്താ ഉള്ളത്? log 1 ബൈ കോപ്പർ 2+ മൈനസ് log 1 ബൈ Zn2+. log x മൈനസ് log y എന്ന് പറഞ്ഞാൽ log x ബൈ y ആണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ വരാമെന്ന് മക്കൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇയാൾ മുകളിലേക്ക് പോവും, ഇയാൾ താഴെ. മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ആനോഡാണ് മുകളിൽ ഉണ്ടാവുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളാർ കോൺസെൻട്രേഷൻ ഓഫ് കോപ്പർ 2+. ഇത് ഞാൻ എന്താ പറയുക, ജസ്റ്റ് ഇത് എഴുതാനേ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളെ ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ ലൈവിൽ കൃത്യമായി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ആൻസർ മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. ഡാനിയൽ സെൽ ഇമ്പോർട്ടൻ്റ്. ഇവിടെ നടക്കുന്ന റിയാക്ഷൻ സെൽ പൊട്ടൻഷ്യൽ, അതേപോലെ അതിൻ്റെ സെൽ റെപ്രസെൻറ്റേഷൻ, ബേസിക്കലി എന്താ നേൺസ്റ്റ് ഇക്വേഷൻ, അത് ഡാനിയൽ സെല്ലിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരിക? അങ്ങനെയാണെങ്കിൽ ഈ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.59 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു log മോളാർ കോൺസെൻട്രേഷൻ ഓഫ് Zn2+ ഡിവൈഡഡ് ബൈ കോപ്പർ 2+. ഇലക്ട്രോ കെമിസ്ട്രി നല്ല ബ്യൂട്ടിഫുൾ ആയുള്ള ഒരു ചാപ്റ്ററാണ്. പക്ഷെ നീറ്റായിട്ട് ക്ലാസ് കണ്ട് നോട്ട് എഴുതി അത് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അത് അടിപൊളിയാവുക. അല്ലെങ്കിൽ ഒരു കൺഫ്യൂസിങ് ആവും.
കൺഫ്യൂഷൻ ആവരുത്, എഴുതി പഠിക്കണം. അടുത്തത് ഡിസ്ക്രൈബ് അബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്, എടാ ഇതാടാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതിനെയാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയാം. എടാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ എക്സാം ഹാളിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ബേസിക് ആയിട്ട് എഴുതേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. എന്താണെന്നറിയാം, ഒരു ബീക്കർ എടുക്കണം. ആ ബീക്കറിൽ 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള ആസിഡ് വേണം. എടാ ഇതാണ് കേട്ടോ, ഇതാണ് അതിൽ ഈ ബീക്കറിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് എന്താ വരുന്നതെന്ന് അറിയോ മക്കളെ നിങ്ങൾക്ക്? ഇതിലേക്ക് വരുന്നത് ഒരു പ്ലാറ്റിനം വയറാണ്. എന്താ വരുന്നത്? പ്ലാറ്റിനം വയർ. ആ പ്ലാറ്റിനം വയറിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റിനം ബ്ലാക്ക് ഉണ്ട്, അഥവാ പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. ഏത് വയറാണ് വരുന്നത്? പ്ലാറ്റിനം വയർ. എൻഡിലൊരു പ്ലാറ്റിനം ഫോയിൽ ഉണ്ട്. ഇനി എന്താ മക്കളെ നിങ്ങൾ അറിയേണ്ടത്? ഇനി നിങ്ങൾ അറിയേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ട്യൂബ് ഉണ്ട്. ഓക്കെ, ആ ട്യൂബിലൂടെ ഏത് ഗ്യാസാണ് വരുന്നത്? ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ കടത്തിവിടുക. അത് കടത്തിവിടുന്നത് 298 കെൽവിനിലും അതേപോലെ 1 ബാർ പ്രഷറിലുമാണ്. ആ ഗ്യാസ് ഇതിലൂടെ വന്ന് അത് ഇവിടുന്ന് ഇങ്ങനെ ബബിളുകളായിട്ട് പോകുന്നത് കാണാം. ഇതാണ് ബേസിക്കലി സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ ഒരു ഔട്ട്ലൈൻ വരക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത്. ഇതിൻ്റെ ഭംഗി എത്ര ഉണ്ട് എന്നുള്ളതല്ല, ഈ കോൺസെപ്റ്റുകളാണ് അതിലേക്ക് വരേണ്ടത്. അതായത് 1 മോളാർ കോൺസെൻട്രേഷനിലുള്ള ആസിഡാണ് ബീക്കറിൽ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഒരു പ്ലാറ്റിനം വയറാണ് ഡിപ്പ് ചെയ്തിട്ടുള്ളത്. ആ വയറിൻ്റെ എൻഡിൽ ഒരു പ്ലാറ്റിനം ബ്ലാക്ക് അല്ലെങ്കിൽ പ്ലാറ്റിനം ഫോയിലാണുള്ളത്. 1 ബാർ പ്രഷറിൽ 298 കെൽവിനിൽ ഹൈഡ്രജൻ ഗ്യാസ് ഇതിലേക്ക് കടത്തിവിടുന്നുണ്ട്. അത് അടിയിൽ വെച്ച് ഇങ്ങനെ ബബിളായിട്ട് പോകുന്നുണ്ട്. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത്. എടാ ഈ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നോക്കുക, അതിൻ്റെ നല്ല സ്ട്രക്ചർ ഇവിടെ ഉണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. എന്തിനാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഏതൊരു ഇലക്ട്രോഡിൻ്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാനാണ്. എടാ ഏതൊരു ഇലക്ട്രോഡ് നമ്മൾ എടുത്താലും അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ മെഷർ ചെയ്യാൻ നമുക്ക് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഉപയോഗിക്കാം. ആ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ എന്താ പറയുക, റിഡക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൻ്റെ പൊട്ടൻഷ്യൽ എത്രയാ? 0 വോൾട്ട് ആണ്. ഇനി മക്കളെ ഈ പറയുന്ന എന്താ പറയുക, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആനോഡായിട്ട് ആക്ട് ചെയ്യാൻ കഴിയും. അതേപോലെ അയാൾ കാഥോഡായിട്ടും ആക്ട് ചെയ്യും. എടാ ആനോഡായിട്ട് ആക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഓക്സിഡേഷനാണ് നടക്കുക. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രോസസ്സാണ്. അതായത് ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. അതിൽ ½ എന്ന് എഴുതാം. എന്താണ്? ½ ഇയാൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കുക. H2 എന്ന് പറഞ്ഞാൽ 2, അതിൻ്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ എന്താ കിട്ടുക? H++ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്തു. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നതാണ് ആനോഡിൽ നടക്കുക. എന്നാൽ കാഥോഡിലോ ആ H+ ഇലക്ട്രോഡ് സ്വീകരിച്ച് H2 ഗ്യാസ് ആയിട്ട് മാറുന്നതാണ് കാണുക. ഗോട്ട് ഇറ്റ്? ഇനി മക്കളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആനോഡിലുള്ള റിയാക്ഷൻ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ? ഗ്യാസാണ്. അപ്പോൾ ഗ്യാസ് വെറുതെ അങ്ങ് എഴുതാൻ പാടില്ല. അതിനൊരു ഇലക്ട്രോഡായിട്ട് ആക്ട് ചെയ്യണമെങ്കിൽ അതിനൊരു ഇനേർട്ട് മെറ്റലിൻ്റെ സഹായം വേണം. അതാണ് പ്ലാറ്റിനം. ആ പ്ലാറ്റിനത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഹൈഡ്രജൻ എഴുതുക. അത് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് ഹാഫ് ഒന്നും കൊടുക്കണ്ട. അയാൾ എന്തായിട്ടാണ് മാറുക? H+ ആയിട്ടാണ് മാറുക. ഓക്കെ, H+ ആയിട്ട് മാറും എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അതേസമയം ഇനിയിപ്പോൾ അങ്ങനെ ആരോ മാർക്ക് ഇട്ട് കൊടുക്കുന്നതിന് പകരം നമുക്ക് വേണമെങ്കിൽ എങ്ങനെ കൊടുക്കാം? റെപ്രസെൻറ്റേഷൻ അല്ലേ, ഇങ്ങനെ H+ എന്ന് കൊടുക്കാം. ഗോട്ട് ഇറ്റ്? ഇനി അയാൾ കാഥോഡായിട്ടാണെങ്കിൽ ആക്ട് ചെയ്യുന്നെങ്കിലോ H+ ഇലക്ട്രോൺ സ്വീകരിച്ചിട്ട് H2 ആയിട്ട് മാറും. H2 ഗ്യാസാ. അയാൾ എവിടെ വന്നാലും അയാളെ കൂടെ ആര് വേണം? പ്ലാറ്റിനം മെറ്റൽ വേണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന് ആനോഡായും ആക്ട് ചെയ്യാം, കാഥോഡായിട്ടും ആക്ട് ചെയ്യാം. അയാളുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് ഓർത്ത് വെക്കേണ്ടതാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ ചോദ്യം എന്താ? ഡിസ്ക്രൈബ് എബൌട്ട് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. അപ്പോൾ ആ ചിത്രത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ച് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അതിന് ഫുൾ മാർക്ക് കിട്ടും. ഇനി
the EMF of the cell obtained by coupling zinc electrode with standard hydrogen electrode. അതായത് സിങ്കിനെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡുമായി കണക്ട് ചെയ്തപ്പോൾ അവിടെ കിട്ടിയ വോൾട്ട് അഥവാ EMF എത്രയുടെ EMF അഥവാ സെൽ പൊട്ടൻഷ്യൽ എത്രയാണ് 0.76 വോൾട്ട് ആണ്. അത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്. എടാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോസിറ്റീവാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ഇതല്ലേ ഡാനിയൽ സെല്ലിൽ ഇതാണല്ലോ ആനോഡ്. ആനോഡിൻ്റെ ചാർജ് എന്താ? ആനോഡിൻ്റെ ചാർജ് നെഗറ്റീവാ. കാഥോഡിൻ്റെ ചാർജാണ് പോസിറ്റീവ് ഡാനിയൽ സെല്ലിൽ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ, ഗാൽവനിക് സെല്ലിൽ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡാണ് എന്ന്. അതിനർത്ഥം എന്താടാ? അയാൾ കാഥോഡാണ് എന്നല്ലേ ആണ്. അപ്പോൾ മക്കളെ ഞാൻ ചോദിക്കട്ടെ, EMF എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെങ്കിൽ സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. EMF തന്നിട്ടുണ്ട് 0.76 ഈക്വൽ ടു ഈ കാഥോഡ് ആരാ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 വോൾട്ട് ആണ്. സോ 0 മൈനസ് ഈ ആനോഡ്. അപ്പൊ നിങ്ങൾ പറഞ്ഞേടാ, ഈ ആനോഡ് എങ്ങനെയാ കിട്ടുക? ഈ ആനോഡ് കിട്ടാൻ ഈ ആനോഡ് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക, 0.76 അങ്ങോട്ട് ഉണ്ട്. അപ്പോൾ മൈനസ് 0.76 എന്നാ കിട്ടുക. ഇസ്ന്റ് ഇറ്റ്? റെഡിയാണോ? യെസ്, ഇതാണ് സംഭവം. അപ്പോൾ വളരെ സിമ്പിളാണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആണെന്ന് അറിയാം എങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈൻ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, അതറിഞ്ഞിരിക്കുക. അപ്പോൾ അത് എക്സാമിന് ചോദിക്കാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? കാപ്പ ഈക്വൽ ടു 0.2 മോളാർ എന്ന്, സോറി, കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ, അതായത് മൊളാരിറ്റി ആണ് 0.2 ഓഫ് സൊല്യൂഷൻ ഓഫ് KCl at 298 Kelvin is, അതായത് കണ്ടക്ടിവിറ്റി is equal to 0.0248 Siemens centimeter inverse. ചോദ്യം എന്താ? കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താ? മോളാർ കണ്ടക്ടിവിറ്റി is equal to കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണ്. കാപ്പയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 0.0248 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി 0.2 ആണ്. കാൽക്കുലേറ്റർ അടിച്ചാൽ ആൻസർ കിട്ടും. അപ്പോൾ ആൻസറിലേക്ക് എത്താൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ എന്താടാ പഠിച്ചു വെക്കേണ്ടത്? നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഈ ഇക്വേഷനാണ്. മക്കളെ ഓക്കെ ആണോടാ? ഓക്കെ ആണോ? പഠിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? പറഞ്ഞത് മനസ്സിലായോ മക്കളെ? യെസ്, ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ്. ഒന്നുമില്ല, ഇവിടെ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. തൊട്ടു മുന്നേ പറഞ്ഞ സ്ഥലത്ത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ഒരു ഔട്ട്ലൈൻ വരക്കാൻ പഠിച്ചു വെക്കുക. ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഡാനിയൽ സെല്ല് പഠിച്ചു വെക്കുക. നേൺസ് ഇക്വേഷൻ പഠിച്ചു വെക്കുക. അത് ഡാനിയൽ സെല്ല് അപ്ലൈ ചെയ്യാൻ പഠിച്ചു വെക്കുക. അതേപോലെ ഒരു സെല്ല് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാമെന്ന് പഠിച്ചു വെക്കുക. ഇതൊക്കെ ആവശ്യമാണ്. യെസ്, അടുത്തത് ഡിസ്കസ് ദ വേരിയേഷൻ ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റ് ഓൺ ഡൈല്യൂഷൻ. ഡൈല്യൂഷൻ നടത്തുമ്പോൾ ഇലക്ട്രോലൈറ്റുകളുടെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെയാ വേരി ചെയ്യുന്നതെന്നാണ് ചോദ്യം. മക്കളെ, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആ മോളാർ കണ്ടക്ടിവിറ്റിയും ഡൈല്യൂഷനും തമ്മിലുള്ള റിലേഷൻ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റും വീക്ക് ഇലക്ട്രോലൈറ്റും നമ്മൾ പഠിച്ചതാണ്. ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഓർമ്മപ്പെടുത്താം. ഇങ്ങനെയല്ലേ ഗ്രാഫ് വരച്ചിരുന്നത്? ഇവിടെ മോളാർ കണ്ടക്ടിവിറ്റി എടുത്തത്, ഇവിടെ കോൺസെൻട്രേഷൻ എടുത്തത്. നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ കോൺസെൻട്രേഷൻ കുറക്കുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടെ ചെയ്യുക. ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. യെസ് ഓർ നോ? ഇത് നീട്ടി വരച്ചാൽ അയാളുടെ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി അഥവാ 0 ഡൈല്യൂഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇത് ആരുടേതാ? ഇത് പൊട്ടാസ്യം ക്ലോറൈഡ് പോലെയുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസാണ്. അതായത് കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടിക്കൂടി വരും. ആ ഗ്രാഫ് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള അഥവാ 0 കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്ടിവിറ്റി കിട്ടും. അതാണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ഇനി മക്കളെ, നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിലേക്ക് പോയാൽ അങ്ങനെയാണോ? അല്ല, ഇങ്ങനെയാണ് അവരുടെ ഗ്രാഫ് വരിക. ഏതാ എക്സാമ്പിള്? CH3COOH പോലെയുള്ള അസറ്റിക് ആസിഡ് പോലെയുള്ള വീക്ക് ഇലക്ട്രോലൈറ്റ്സിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുമ്പോഴും മോളാർ കണ്ടക്ടിവിറ്റി കൂടുക തന്നെയാണ് ചെയ്യുക. പക്ഷെ ഗ്രാഫ് നീട്ടി വരച്ചു കഴിഞ്ഞാൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടില്ല. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ ഗ്രാഫിൽ
നിന്ന് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുകയുള്ളൂ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എവിടുന്ന കിട്ടുക? അതിന് നമ്മൾ കോൾറാഷസ് ലോ അപ്ലൈ ചെയ്യണമെന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്താണ് കോൾറാഷസ് ലോ നമുക്ക് പറയാം, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ നോക്കടാ, അപ്പം ഇങ്ങനെയാണ് കോൺസെൻട്രേഷൻ കുറയുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റുകളുടെ മൊളാർ കണ്ടക്ടിവിറ്റിയിൽ ഉണ്ടാവുന്ന വേരിയേഷൻ. എന്താ പറയുക, മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് മാത്രമേ ഇവിടുന്ന് കിട്ടുകയുള്ളൂ, വീക്ക് ഇലക്ട്രോലൈറ്റ് ഇവിടുന്ന് കിട്ടില്ല. ഇനി ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള അഥവാ സീറോ കോൺസെൻട്രേഷനിലുള്ള മൊളാർ കണ്ടക്ടിവിറ്റിയാണ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. ദ മൊളാർ കണ്ടക്ടിവിറ്റി അറ്റ് മാക്സിമം ഓർ ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. ഗോട്ട് ഇറ്റ്? യെസ്, അറിഞ്ഞിരിക്കുക. അടുത്തത് ഡിഫൈൻ കോൾറാഷസ് ലോ. എടാ, കോൾറാഷസ് ലോ വളരെ സിമ്പിളാണ്. ഏതൊരു ഇലക്ട്രോലൈറ്റിൻ്റെയും ഇൻഫിനിറ്റ് ഡൈല്യൂഷനിലുള്ള മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അഥവാ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റുകളുടെ കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മാണ് എന്ന കാര്യം ഒന്ന് ഓർത്തു വെച്ചാൽ മാത്രം മതി. നോക്കടാ, ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് an electrolyte, ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ക്യാൻ ബി റെപ്രസെന്റഡ് ആസ്, അത് റെപ്രസെന്റ് ചെയ്യാം എങ്ങനെ? ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻസ് ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിന്റെ ആനയോണിന്റെയും കാറ്റയോണിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്താൽ ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുമെന്നാണ് ആര് പറയുന്നത്? കോൾറാഷസ് ലോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കടാ, ഇതെന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl ആണെന്ന് വിചാരിക്കുക. NaClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടാൻ അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്റയോൺ ഏതാ? Na+ന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ആരുടെ എടുത്താൽ മതി? Cl- ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എടുത്താൽ മതി. ഏതൊരു ഇലക്ട്രോലൈറ്റ് ആണെങ്കിലും അവിടെയുള്ള എന്താ പറയുക, ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടാൻ അവിടെയുള്ള കാറ്റയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പ്ലസ് ആനയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ചെയ്താൽ മതി എന്നുള്ളതാണ്. ഗോട്ട് ഇറ്റ്? യെസ്. അടുത്തത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl, HCl ആൻഡ് സോഡിയം അസറ്റേറ്റ്. AC എന്ന് പറഞ്ഞാൽ അസറ്റേറ്റ്. ഇവിടെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡ് എന്നുള്ളതാണ്. മക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ്, പല രൂപത്തിൽ ചോദിക്കാറുണ്ട്. നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞത് എന്താ? നമ്മോട് കാണാൻ പറഞ്ഞത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റിക് ആസിഡാണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഇങ്ങനെയും വിടാം, അല്ലെങ്കിൽ ഡെൽറ്റ രൂപത്തിലും വിടാം കേട്ടോ. ഇതാണ് കാണാൻ പറഞ്ഞത്. ഇതെങ്ങനെ കാണാം? ഇവിടെയുള്ള കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സമ്മല്ലേ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺ അല്ലേ, CH3COO- പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+. ഇത് രണ്ടും ആഡ് ചെയ്താലല്ലേ അസറ്റിക് ആസിഡിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കിട്ടുക. അതാണ് കാണേണ്ടത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. ഇനി നോക്ക്, ഏതൊക്കെയാ തന്നത്? സോഡിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട് അല്ലേടാ. ഏതൊക്കെയാ തന്നത്? സോഡിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട്, HCl തന്നിട്ടുണ്ട്, സോഡിയം അസറ്റേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ മക്കളൊന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ആദ്യം എഴുതുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl ആണ്. എടാ, പിന്നെ എഴുതുന്നത് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് സോഡിയം അസറ്റേറ്റ് CH3COO- ആണ്. പിന്നെ എഴുതുന്നത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl ആണ്. മക്കളെ ശ്രദ്ധിക്കേണ്ടത് എന്താടാ? HClന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl-. ശരിയല്ലേ? ആണ്, നമുക്കറിയാം. ഓക്കെ, ഇയാളുടെ വാല്യൂ തന്നിട്ടുണ്ട് കേട്ടോ. വാല്യൂ അവിടെ ഇരിക്കട്ടെ, തൽക്കാലത്തിന് ഇവിടെ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. വാല്യൂ അവിടെ ഉണ്ട്, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തൽക്കാലത്തിന് 1 എന്ന് കൊടുത്താൽ മതി. ഇത് ഡിസോസിയേറ്റ് എന്താണ് കിട്ടുക? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് അസറ്റേറ്റ് അയോൺ CH3COO- പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ അയോൺ അല്ലേ? ഇതാണ് ഇക്വേഷൻ നമ്പർ 1 വരിക. NaCl എടുത്താലോ? നേരത്തെ പറഞ്ഞു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na++ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl- അല്ലേ? ഇനി നിങ്ങൾ പറ, നമുക്ക് എന്താ ഇതിൽ വേണ്ടത്? നമുക്ക് വേണ്ടത് ഒന്ന് അസറ്റേറ്റ് അയോൺ, ഇത് ആവശ്യമുള്ളത് മാർക്ക് ചെയ്യുക, ഇത് ആവശ്യമുണ്ട്. പിന്നെ H+ എന്ന് പറഞ്ഞാൽ ഇത് ആവശ്യമുണ്ട്.
ഓക്കെ, അപ്പോൾ ഇതെന്താടാ, ഇത് ഇക്വേഷൻ നമ്പർ 3 ആട്ടോ. ഏതാ ആവശ്യമുള്ളത്? ഇത് രണ്ടും അല്ലേ. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യണം. 1 നിന്ന് 2 ആഡ് ചെയ്യുക. എങ്ങനെ ഇക്വേഷൻ നമ്പർ 1 നിന്ന് ഇക്വേഷൻ നമ്പർ 2 ആഡ് ചെയ്യുക. ഇനിയോ അതിൽ നിന്ന് ഇക്വേഷൻ നമ്പർ 3 സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പം എന്താ സംഭവിക്കേടാ, നോക്ക്, ഇത് രണ്ടും ആഡ് ചെയ്തു, അപ്പോൾ ഇത് രണ്ടും കിട്ടി. ഇത് രണ്ടും ആഡ് ചെയ്തു, ഇത് രണ്ടൊക്കെ ആഡ് ചെയ്തു. ഇതിന്ന് ഇത് മൈനസ് ചെയ്താലോ, നോക്ക്, ഈ ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. ഇവിടെ H+ അല്ല വേണ്ടത് കേട്ടോ, പിന്നെന്താ വേണ്ടത്? Na+ അല്ലേ. ഇവിടെ സോഡിയം അസറ്റേറ്റാ, അപ്പോൾ Na+. അപ്പോൾ എന്താ സംഭവിക്കടാ, സിമ്പിളാണ്. നോക്ക്, ഈ പ്ലസ് Na+ ഉള്ളത് ഇവിടെ മൈനസ് ആവും. കാരണം എന്താ, 2 - 3 അല്ലേ, 1 + 2 - 3 അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്തു, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യും. കാരണം എന്താ, 1 + 2 ഇത് രണ്ടും ആഡ് ചെയ്യാണ്, അതിൽ നിന്ന് മൈനസ് ചെയ്യാണ്, അപ്പോൾ ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും മാത്രം കിട്ടി. ഇത് രണ്ടും എന്താ, അസറ്റിക് ആസിഡിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയാ. അപ്പോൾ വളരെ സിമ്പിളാ. ഇത് രണ്ടും ആഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ HCl, എവിടെ പോയി HCl? അയാളുടെ മോളാർ കണ്ടക്ടിവിറ്റി എടുക്കുക, 425.9 പ്ലസ് സോഡിയം അസറ്റേറ്റ് മൂന്നാമത്തത് എടുക്ക്, ഏതാത് 91. ഓക്കെ, ഇത് രണ്ടും ആഡ് ചെയ്യുക, അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? 3 മൈനസ് ചെയ്താൽ മതി. എന്താ മൈനസ് ചെയ്യേണ്ടത്? NaCl എന്താ 1.26.4. ഇത് മൈനസ് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഓക്കെ, ഇനി നോക്കടാ, ഇത് ഇത്രയേ ഉള്ളൂ സംഭവം. അതായത് നമ്മൾക്ക് വേണ്ടത് അസറ്റിക് ആസിഡിൻ്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. അത് കിട്ടണമെങ്കിൽ അസറ്റേറ്റ് അയോണിൻ്റെതും H+ അയോണിൻ്റെയും മോളാർ കണ്ടക്ടിവിറ്റി ആഡ് ചെയ്യണം. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തന്ന ആളുകളെ ആ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുക, ആഡ് ചെയ്തോ സബ്സ്ട്രാക്ട് ചെയ്തൊക്കെ മാറ്റിയെടുക്കുക, അതാണ് അതിൻ്റെ ഐഡിയ. ഓക്കെ, പക്ഷേ ഇതൊന്നും ഒരൊറ്റയടിക്ക് കിട്ടുന്നതല്ല, 2 or 3 തവണ എഴുതി പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. എന്നാൽ എക്സാമിന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. എന്താണ്? ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ത്രൂ ദി ഇലക്ട്രോലൈറ്റ് ആണ്. അതായത് ഡെപ്പോസിറ്റ് ചെയ്ത അല്ലെങ്കിൽ എന്താ പറയുക, ലിബറേറ്റ് ചെയ്ത സബ്സ്റ്റൻസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് ആ സബ്സ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാ. മക്കളെ, നിങ്ങൾക്കറിയാം എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് M is directly proportional to എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. Q എന്ന് പറഞ്ഞാൽ IT ആണ് എന്നറിയാം. സോ M is directly proportional to IT ആണ്. പ്രൊപ്പോർഷണാലിറ്റി സൈൻ ഈക്വൽ ആക്കാൻ ഒരു കോൺസ്റ്റന്റ് വേണം, ദാറ്റ് ഇസ് Z. സോ ZIT എന്നാണ് വരിക. I എന്താ, കറണ്ട് ആണ്, T ടൈം ആണ്. വാട്ട് അബൌട്ട് Z? Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് ആണ്. Z എന്താ, ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ്. എടാ, എങ്ങനെയാണ് Z കിട്ടുക? Z കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ ഫാരഡേ കോൺസ്റ്റന്റ് 96,500. ഇക്വലന്റ് മാസ് എങ്ങനെയാ കിട്ടുക? ഇക്വലന്റ് മാസ് കിട്ടാൻ മോളാർ മാസ്, അറ്റോമിക് മാസ് അല്ലെങ്കിൽ മോളാർ മാസ് എന്നൊക്കെ പറയാം, ഡിവൈഡഡ് ബൈ വാലൻസി ചെയ്താൽ മതി. ഗോട്ട് ഇറ്റ്? ഇതൊന്നും ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല, ജസ്റ്റ് ഡിഫൈൻ ചെയ്യാനേ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതെന്തിനാ അറിയുന്നത്? ഇങ്ങനെയുള്ള പ്രോബ്ലം ചെയ്യാനാ. നോക്കടാ, നിങ്ങൾ സൊല്യൂഷൻ ഓഫ് കോപ്പർ സൾഫേറ്റിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇലക്ട്രോലൈസ്ഡ് 20 minutes. അപ്പോൾ ടൈം തന്നിട്ടുണ്ട് 20 minutes ആണ്. 20 minutes. അതിനെ നമ്മൾ സെക്കൻഡിലേക്ക് മാറ്റണം. ദാറ്റ് ഇസ് 20 × 60 സെക്കൻഡായി മാറും. ഓക്കെ, പിന്നെന്താ, വിത്ത് എ കറണ്ട് എന്ന് പറഞ്ഞാൽ I തന്നിട്ടുണ്ട്. എത്രയാ? 1.5 ആംപിയർ ആണ്. വാട്ട് ഈസ് ദ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ്? M ആണ് ചോദ്യം, മാസാണ് ചോദ്യം. അറ്റോമിക് മാസ് ഓഫ് കോപ്പർ തന്നിട്ടുണ്ട്. അപ്പോൾ മാസ് കാണാനുള്ള ഇക്വേഷൻ നേരത്തെ പറഞ്ഞു. എന്താ? മാസ് ഇസ് ഈക്വൽ ടു Z × IT ആണ്. ഇതാണല്ലോ ഇക്വേഷൻ. Z എങ്ങനെയാ കാണുക? പറഞ്ഞേ, എങ്ങനെയാ Z കാണുക? Z എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ 96,500 ആണ്. ഓക്കെ, ഇക്വലന്റ് മാസ് ഡിവൈഡഡ് ബൈ 96,500. ഇക്വലന്റ് മാസ് എങ്ങനെയാണ് കിട്ടുക? നേരത്തെ പറഞ്ഞു, മോളാർ മാസ് ഡിവൈഡ് ബൈ വാലൻസി. മോളാർ മാസ് ഇവിടെ തന്നിട്ടുണ്ട് 63 ആണ്. അപ്പോൾ 63 ഡിവൈഡഡ് ബൈ വാലൻസി, കോപ്പറിൻ്റെ വാലൻസി 2 ആണ്, ഡിവൈഡഡ് ബൈ എന്താ? 96,500 ആണ്. ഓക്കെ, യെസ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ പറ. സെഡിൻ്റെ വാല്യൂ 63 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു I എന്താ? Iൻ്റെ വാല്യൂ 1.5 ആംപിയർ ആണ്. ഇൻറ്റു T എത്രയാ?
20 × 60 ആണ്. ഇത് ചെയ്താൽ വി വിൽ ഗെറ്റ് ദി ആൻസർ. ഗോട്ട് ഇറ്റ്. അപ്പോൾ ഇതിന് ചില കാര്യങ്ങൾ അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് Z എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻസ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇക്വലന്റ് മാസ് ഡിവൈഡ് ബൈ ഫാരഡേ കോൺസ്റ്റന്റ് ആണ്. ഇക്വലന്റ് മാസ് കിട്ടാൻ മോളാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ വാലൻസി ആണ്. ഓക്കെ, അടുത്തത് എന്താടാ? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ പ്രൈമറി സെല്ല്. നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും തമ്മിലുള്ള ഡിഫറൻസ് നിർബന്ധമായും പഠിക്കണം എന്ന് പറഞ്ഞതായിരുന്നു. പ്രൈമറിയിൽ ഇറിവേഴ്സിബിൾ റിയാക്ഷനും സെക്കൻഡറിയിൽ റിവേഴ്സിബിൾ റിയാക്ഷനാണ് നടക്കുന്നത്. പ്രൈമറി റീചാർജ് ചെയ്യാൻ പറ്റുന്നതല്ല, എന്നാൽ സെക്കൻഡറി റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇത് ചീപ്പാണ്, കോസ്റ്റ് കുറവാ, ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്, ഇത് സൈസ് കുറവാ, ഇത് സൈസ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിരുന്നു. ഇനി എക്സാമ്പിളാണ് ചോദിച്ചത്. പ്രൈമറിയുടെ എക്സാമ്പിളാണ് ഡ്രൈ സെല്ല്. അതേപോലെ തന്നെ മെർക്കുറി സെല്ല്. സെക്കൻഡറിയിലേക്ക് പോകുന്ന സമയത്ത് നിക്കൽ കാഡ്മിയം സെല്ലുണ്ട്. അതേപോലെ തന്നെ ലെഡ് സ്റ്റോറേജ് സെല്ലുണ്ട്. എന്താണ് ഉള്ളത്? ലെഡ് സ്റ്റോറേജ്. ഗോട്ട് ഇറ്റ്? യെസ്. ഇനി വാട്ട് ഈസ് ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് ഡ്രൈ സെൽ? ഡ്രൈ സെല്ലിൻ്റെത് 1.5 വോൾട്ട് ആണ് എന്ന് മക്കളെ പഠിച്ചിട്ടില്ലേ? 1.5 വോൾട്ട് ആണ്. ഇനി ഡിസ്കസ് അബൌട്ട് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. മക്കളെ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറഞ്ഞതാ. ഇലക്ട്രോ കെമിസ്ട്രി പഠിക്കുമ്പോഴൊക്കെ നിങ്ങളോട് പറയാറുണ്ട്, ഡ്രൈ സെല്ലാവട്ടെ, മെർക്കുറി സെല്ലാവട്ടെ, ലെഡ് സ്റ്റോറേജ് ആവട്ടെ, നിക്കൽ കാഡ്മിയം ആവട്ടെ, ഫ്യൂൽ സെല്ലാവട്ടെ, അതേപോലെ തന്നെ കൊറോഷനിൽ എന്താ പറയുക, അയണിൻ്റെ കൊറോഷൻ ആവട്ടെ, ഈ എന്താ പറയുക റസ്റ്റിംഗ് ഓഫ് അയോൺ ആവട്ടെ, ഇവിടെയൊക്കെ ആരാ ആനോഡ്, ആരാ കാഥോഡ്, ആരാ ഇലക്ട്രോലൈറ്റ്, പൊട്ടൻഷ്യൽ എത്രയാണ്, അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്താ എന്ന് നോക്കി വെക്കണം എന്ന് പറയാറുണ്ട്. കാരണം അത് മാറി മാറി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാ. നോക്കുക, ഇവിടെ ചോദിച്ചത് ലെഡ് സ്റ്റോറേജാ, ആനോഡ് ലെഡ് ആണെന്ന് എഴുതാൻ കഴിയണം. കാഥോഡ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ഓഫ് ലെഡ് പാക്ക്ഡ് വിത്ത് ലെഡ് ആണെന്ന് പറയാൻ കഴിയണം. ഓക്കെ, അതേപോലെ തന്നെ ലെഡിൻ്റെ ഓക്സൈഡ്. ഇലക്ട്രോലൈറ്റ് ആരാ? ഇത് ഒരു മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. ലെഡ് സ്റ്റോറേജിൽ ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് സൊല്യൂഷൻ ആണ്. പിന്നെ ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ഓവറോൾ റിയാക്ഷൻ. എഴുതി പഠിക്കുക. ഞാനിപ്പോൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അത് നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇത് മാത്രമല്ല, 4 സെല്ലുകളും പഠിക്കണം, കൂടെ ഫ്യൂൽ സെല്ലും പിന്നെ റസ്റ്റിംഗ് ഓഫ് അയോണും പഠിക്കണം. അടുത്തത് എക്സ്പ്ലെയിൻ ദ കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. ഞാൻ പറഞ്ഞല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ അതിൻ്റെ അഡ്വാൻറ്റേജ് ഇമ്പോർട്ടൻ്റ് ആണ്. നോക്ക്, ഇതാണ് ഒരു ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ എന്ന് പറഞ്ഞാൽ അവിടെ ആനോഡായിട്ട് ഉപയോഗിക്കുന്നതും കാഥോഡായിട്ട് ഉപയോഗിക്കുന്നതും കാർബൺ റോഡാണ്, ഗ്രാഫൈറ്റ് റോഡാണ്. ലെഫ്റ്റ് സൈഡിലൂടെ ഹൈഡ്രജനും റൈറ്റ് സൈഡിലൂടെ ഓക്സിജനും കടത്തിവിടുന്നത്. ഓക്കെ, എന്താ നടക്കുന്ന റിയാക്ഷൻ? ആനോഡിൽ ഹൈഡ്രജനും OH- കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നു. കാഥോഡിൽ ഓക്സിജനും വാട്ടറും ഇലക്ട്രോണും കമ്പൈൻ ചെയ്തിട്ട് OH- ഉണ്ടാവുന്നു. ഓവറോൾ റിയാക്ഷൻ എടുത്താൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നു. എന്താ ഇതിൻ്റെ അഡ്വാൻറ്റേജ്? ഇത് പൊല്യൂഷൻ ഫ്രീ ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ്. ഇത് ഹൈലി എഫിഷ്യൻ്റാ. നേരത്തെ പറഞ്ഞ ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലും ലെഡ് സ്റ്റോറേജും അതേപോലെ നിക്കൽ കാഡ്മിയം ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൈലി എഫിഷ്യൻ്റ് ആണ്. അതേപോലെ എത്ര കാലം നിങ്ങൾക്ക് ഹൈഡ്രജനും ഓക്സിജനും സപ്ലൈ ചെയ്യാൻ കഴിയുമോ അത്രയും കാലം നിങ്ങൾക്ക് ഇതിൽ നിന്ന് എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജുകൾ. നോട്ട് ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അടുത്തത് അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ? ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ് ഇൻവോൾവ് ഇൻ ദ റസ്റ്റിംഗ് ഓഫ് അയൺ. റസ്റ്റിംഗ് ഓഫ് അയണിൽ നടക്കുന്ന ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സാണ്. അവിടെ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അയണിൻ്റെ ഒരു പോയിന്റിലുള്ള Fe അയൺ ആറ്റം 2 ഇലക്ട്രോൺ വിട്ടുകൊടുത്തിട്ട് Fe2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. Fe2+ ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. റിഡക്ഷനോ ആ ഇലക്ട്രോൺ മൂവ് ചെയ്ത് മറ്റൊരു പോയിന്റിൽ എത്തിയിട്ട് അവിടെ ഓക്സിജനും H+ ഒക്കെ ആയിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് അവിടെ വാട്ടർ ഉണ്ടാവും. അതാണ് കാഥോഡ്. ഓക്സിഡേഷന്, റിഡക്ഷന്, ആനോഡ്, കാഥോഡ്. ഇനി എന്താണ് സംഭവിക്കുക? ആ Fe2+ വീണ്ടും അറ്റ്മോസ്ഫിയറിക് ഓക്സിഡേഷന് വിധേയമായിട്ട് അത് Fe2O3 ആയിട്ട് മാറും. അതാണ് റസ്റ്റ് എന്ന് നമുക്കറിയാം. അപ്പോൾ ആനോഡ്, കാഥോഡ്, റിമൈനിങ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഈ റസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ എന്താ മാർഗം? എക്സാമിന് ചോദിക്കാറുണ്ട്. പെയിന്റിങ് ഓർ വാർണിഷിങ് ഇമ്പോർട്ടൻ്റാണ്. പെയിന്റ് ചെയ്യാം, വാർണിഷ് ചെയ്യാം, അല്ലെങ്കിൽ ഗാൽവനൈസേഷൻ. സിങ്ക് കോട്ട് ചെയ്യുന്നതാണ് ഗാൽവനൈസേഷൻ. സാക്രിഫൈഷ്യൽ പ്രിവെൻഷൻ. എന്താ സാക്രിഫൈഷ്യൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ മോർ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുക. അവർ നശിച്ചു പോവും, പക്ഷെ ഉള്ളിൽ അയൺ എന്തായിട്ട് നിൽക്കും? സേഫായിട്ട് നിൽക്കും. പിന്നെ ആൻറ്റി റസ്റ്റ് സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം എന്നുള്ളതാണ്. റെഡിയാണല്ലോടാ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നീറ്റായിട്ട് കൃത്യമായിട്ട് മക്കൾ പഠിച്ചിരിക്കണം, പഠിച്ചേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ നിങ്ങളോട് വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ബാറ്ററിയുടെ ഭാഗം നിങ്ങൾ പഠിക്കേണ്ടതാണ്, റിയാക്ഷൻസ് ഒക്കെ എഴുതി പഠിക്കേണ്ടതാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.